നമ്മൾ എല്ലാവരും മൈക്കൽ ജോർദാനെ കുറിച്ച് കേട്ടിട്ട് കാണും. നമുക്കറിയാം, ബാസ്കറ്റ് ബോൾ പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞു തുടങ്ങാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മഹാനായ ബാസ്കറ്റ് ബോൾ പ്ലെയറായിട്ട് മാറണം. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒരു കാര്യം, അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ചു. അപ്പോൾ എല്ലാവരും വരുന്നതിന് മുൻപേ അദ്ദേഹം പ്ലേ ഗ്രൗണ്ടിൽ വന്നു. അപ്പോൾ അതിന് മുൻപ് പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം എല്ലാവരും പോയതിന് ശേഷവും അദ്ദേഹം വീണ്ടും പ്രാക്ടീസ് തുടർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ നമുക്കൊരു ലക്ഷ്യം ഉണ്ട്. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നീക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ പലപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ JEE പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് എനിക്കറിയാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ പഠനമൊക്കെ തുടങ്ങിയപ്പോൾ പല പല കൺഫ്യൂഷൻസ് കാണും. നമ്മൾ പഠിച്ചിട്ട് തീരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷനൊക്കെ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കറിയാം എക്സാമിന് തീർച്ചയായിട്ടും നമുക്ക് മാർക്കൊക്കെ കുറഞ്ഞ ആൾക്കാർ കാണും. അപ്പോൾ അങ്ങനെയുള്ളവരോട് പറയാനുള്ളത്, ഇത് കോമൺ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നു, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സാമിന് തീർച്ചയായിട്ടും മാർക്ക് കുറയാം, നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ തെറ്റിപ്പോകാം. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ പതിയെ എന്ത് ചെയ്യണം, അപ്പോൾ ആ തെറ്റുകളുടെ എണ്ണം കുറച്ച് നമ്മുടെ മാർക്കിൽ, റിസൾട്ടിൽ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താൻ പറ്റും. അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക. പിന്നെ നമുക്കറിയാം, പഠിച്ച് തീരാത്ത പ്രശ്നം, നമ്മളൊരു ചാപ്റ്റർ പഠിക്കുന്നു, അതിന് മുൻപേ അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടല്ലേ. അപ്പോൾ അതിന് മറുപടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ പതിയെ പഠിക്കുക. നമ്മൾ ഓരോ ചാപ്റ്ററും പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. നമ്മൾ മെറ്റീരിയൽ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്നുകൂടെയൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി ചെയ്ത് പഠിക്കുക. അതിനുശേഷം വീണ്ടും നമുക്ക് ചാപ്റ്റർ കംപ്ലീഷന് ശേഷം മോഡൽ എക്സാമുകൾ വരുന്ന സമയത്ത് വീണ്ടും പഠിക്കാനുള്ള സമയം കിട്ടുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ ടെൻഷൻ ഫ്രീ ആയിട്ട് കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഏത് മെറ്റീരിയൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് റെഫർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ടല്ലേ. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നമ്മൾ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കണം, അതിലെന്തൊക്കെ കണ്ടൻറ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് നമ്മുടെ ക്ലാസ്സുകളിലൂടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ്റെ പകുതി കഴിഞ്ഞെന്ന് പറയാം. അപ്പോൾ അതിനുശേഷം നമുക്ക് മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പം നമ്മൾ മാത്സിൻ്റെ മനുസാറ് പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ എന്തുവാണ്? തീർച്ചയായിട്ടും മറ്റൊന്നുമല്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നമുക്ക് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഉണ്ട്. അത് ഓരോ ചാപ്റ്ററിലും നമ്മൾ പറ്റുന്ന അത്രയും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യമൊക്കെ സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ അടുത്ത വർഷങ്ങളിൽ JEE ക്വസ്റ്റ്യൻസ് എടുക്കുമ്പം കമ്പാരിറ്റീവ്ലി എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നമുക്ക് ഒരു 98% ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് എങ്ങനെ കിട്ടാൻ പറ്റുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ JEE ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു, ഒരു വളരെ ലെങ്തി ആയിട്ടുള്ള ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ കണ്ടു, നമ്മൾ എന്ത് ചെയ്തേക്കാം, തൽക്കാലം സ്കിപ്പ് ചെയ്തേക്കാം. നമുക്ക് പറ്റുന്നില്ലെന്ന് തോന്നുന്നു, നമ്മൾ സ്കിപ്പ് ചെയ്യുക. നമ്മളതിൽ എളുപ്പമുള്ള ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ തീർച്ചയായിട്ടും അതിൽ ആവറേജ് ക്വസ്റ്റ്യൻസ്, ഈസി ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ. ഇപ്പോൾ ഈ അടുത്ത വർഷങ്ങളിൽ കണ്ടുവരുന്ന ട്രെൻഡ് അനുസരിച്ച് ഫിസിക്സ് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഔട്ട് ഓഫ് സിലബസിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കുക. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം. പിന്നെ ഓരോ ചാപ്റ്ററിനെ കുറിച്ചും പറയുവാണെങ്കിൽ നമുക്ക് NCERT ടെക്സ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ റെഫർ ചെയ്യണം. അങ്ങനെ പറയാൻ കാരണം, നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് പോലും ചിലപ്പോൾ നമുക്ക് NCERT ടെക്സ്റ്റിലുള്ള അതേ പാറ്റേണിൽ വാല്യൂസൊക്കെ മാറ്റിയിട്ടൊക്കെ നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പം NCERT ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ റെഫറൻസ് മെറ്റീരിയലായിട്ട് എടുക്കാൻ പറ്റുന്ന അടുത്തത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സെലക്ട് ചെയ്യുക. പിന്നെ അതിനുശേഷം NCERT ടെക്സ്റ്റ് എടുക്കുക. നമുക്കറിയാം, എല്ലാ ചാപ്റ്ററും ഒന്നും നമുക്ക് NCERT ടെക്സ്റ്റ് കംപ്ലീറ്റ് കിട്ടിയെന്ന് വരുന്നത്. നമ്മൾ എക്സാമ്പിളായിട്ട് ലോസ് ഓഫ് മോഷൻ എടുത്തു. അപ്പോൾ ലോസ് ഓഫ് മോഷൻ NCERT ടെക്സ്റ്റിൽ വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ നമുക്ക് JEE സിലബസിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബ്ലോക്കിന് മുകളിൽ വേറൊരു ബ്ലോക്ക് വെച്ചിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെ റെഫർ ചെയ്യണം. പിന്നെ നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മെറ്റീരിയലൊക്കെ നോക്കണം. പിന്നെ കൈനമാറ്റിക്സ് എടുക്കുമ്പോൾ നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സൊക്കെ എടുക്കുമ്പോൾ നമ്മൾ NCERT ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടൊക്കെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ നോൺ യൂണിഫോം ആക്സലേറ്റഡ് മോഷൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്തേക്കാം. അപ്പം ബാക്കിയൊക്കെ നമുക്ക് NCERT ടെക്സ്റ്റൊക്കെ റെഫർ ചെയ്താൽ മതിയാവും. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കിയാൽ മതി.
പിന്നെ നമ്മൾ റൊട്ടേഷണൽ മോഷനൊക്കെ വരുമ്പോഴും JMAന് തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, NCERT ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ കൺസിഡറേഷൻ ഓഫ് ആംഗിൾ മൊമെൻറ്റ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾ നോക്കി വെക്കുക. പിന്നെ നമ്മൾ വർക്ക് എനർജി പവർ ലോസ് ഓഫ് മോഷനൊക്കെ നമുക്കങ്ങനെ കണക്റ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ കണക്റ്റഡ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പോൾ അവിടെയും വർക്ക് എനർജി പവർ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമ്മളത് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വർക്ക് എനർജി പവർ പഠിക്കുന്ന സമയത്ത് അതിലുള്ള പല കാര്യങ്ങളാണ് നമ്മൾ പിന്നീട് ഗ്രാവിറ്റേഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് അങ്ങനെയുള്ള ചാപ്റ്ററിലൊക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആ കണക്ഷൻ ഒന്ന് കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ പകുതി ഈസിയാണ്. നമ്മൾ ഓരോ ചാപ്റ്ററിലും വരുന്ന സമയത്ത് അതിന് മുൻപുള്ള ചാപ്റ്ററിൽ ഈ ചാപ്റ്ററിലെ പകുതി കാര്യങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പഠനം വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലായ്പ്പോഴും അതൊന്ന് ശ്രദ്ധിച്ചോണം, ഓരോ ചാപ്റ്ററും കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്കറിയാം JMAന് എല്ലായ്പ്പോഴും കോമൺ ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോർഷൻസ് ഉണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. എക്സാമ്പിളായിട്ട് നമുക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ, വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, ചെറിയ ചാപ്റ്ററാണ്. ഡ്യുവൽ നേച്ചറിൽ രസകരമായിട്ടുള്ള കാര്യം, ഈ വർഷത്തെ കഴിഞ്ഞ JMA ക്വസ്റ്റ്യൻ പാറ്റേൺ എടുത്തു നോക്കുവാണെങ്കിൽ അതിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, ഡി ബ്രോഗ്ലി വേവ് ലെങ്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ വിട്ടുപോകാതെ, വളരെ സിമ്പിളാണ്. അപ്പോൾ അതൊക്കെ റെഗുലറായിട്ട് ചോദിക്കുന്നതാണ്, ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻസ് നോക്കുക. പിന്നെ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ് ആണെങ്കിലും വളരെ ചെറിയ പോർഷനാണ്, പക്ഷേ റെഗുലറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. പിന്നെ സെമി കണ്ടക്ടർ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, സെമി കണ്ടക്ടറിൽ ഇപ്പോൾ വളരെ ചെറിയ കണ്ടൻറ്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് NCERT ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ്റ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ് ആണ് അതൊക്കെ നിങ്ങളൊന്ന് നോക്കി മനസ്സിലാക്കി വെക്കണം. പിന്നെ നമ്മൾ ചാപ്റ്റർ വൈസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിലുള്ള അഡ്വാൻറ്റേജ്, ആ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഗ്രാവിറ്റേഷൻ്റെ പ്രിൻസിപ്പിൾ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാം, കൺസർവേറ്റീവ് ഫോഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. JMAന് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോണം. പിന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി വരുമ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോർഷനാണ്. കാരണം നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ JMAN സിലബസിലില്ല. അപ്പോൾ അതുകൊണ്ട് കറണ്ട് ഇലക്ട്രിസിറ്റി വളരെ സിമ്പിളായിട്ട് ചോദിക്കാൻ, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ്. നമ്മൾ മൂവിങ് ചാർജസും മാഗ്നറ്റിസം, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷേ അതിനകത്ത് നമുക്കറിയാം ഡിറക്ഷൻ്റെ ഒക്കെ പ്രത്യേകതകൾ വരുന്നുണ്ട് അല്ലേ. മൂവിങ് ചാർജസിലൊക്കെ പ്രത്യേകിച്ച് മാഗ്നറ്റിക് ഫീൽഡിലെ ഫോഴ്സ്. അപ്പോൾ നിങ്ങൾ വെക്ടർ നന്നായിട്ട് പഠിക്കുക. വെക്ടറിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ നമ്മൾ അങ്ങനെയുള്ള ചാപ്റ്ററിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, റെഗുലറായിട്ടുള്ള പാറ്റേണൊക്കെയാണ് ചോദിക്കുന്നത്, ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഏറ്റവും ചെറിയ ചാപ്റ്ററാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് അല്ലേ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും മിസ് ചെയ്യരുത്, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ആപ്ലിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്കറിയാം വേവ് ഒപ്റ്റിക്സ് അല്ലേ. അപ്പോൾ വേവ് ഒപ്റ്റിക്സും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പോർഷൻസ് ആണ്. അപ്പോൾ അതിൽ ലെൻസിൻ്റെ പ്രത്യേകതകൾ, പിന്നെ പ്രിസത്തിൻ്റെ പ്രത്യേകതകൾ, പ്രിസമൊക്കെ വളരെ ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ ആ പ്രിസത്തിൻ്റെ ഒക്കെ പ്രത്യേകതകൾ നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്ന പോർഷനാണ്. പിന്നെ നമ്മൾ പറഞ്ഞ അവസാന പാട്ടില്ല, ഡ്യുവൽ നേച്ചർ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ ഒക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോർഷനാണ്. പിന്നെ നമ്മൾ ഗ്രാവിറ്റേഷൻ എടുക്കുമ്പം ഗ്രാവിറ്റേഷനും കമ്പാരിറ്റീവ്ലി സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോർഷനാണ്, അത് നോക്കി വെക്കണം. പിന്നെ നമ്മൾ വേവ്സും ഓസിലേഷനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് NCERT ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള സിലബസിൽ നിന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുള്ളത്, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പഠിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്കറിയാം ഈ കൂട്ടായ വർക്കിലൂടെയാണ് റിസൾട്ട് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ അടുത്ത ദിവസമാണ് കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റ് കഴിഞ്ഞത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ അർജൻറ്റീന ടീം കപ്പ് കൊണ്ടുപോയി. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ നോക്കിയിട്ട് കാണുന്നത് അവരൊരു ടീം വർക്കായിരുന്നു. അപ്പോൾ ഇവിടെ ടീം വർക്കിൽ എന്താ പ്രസക്തി നിങ്ങൾ ചോദിക്കും. അപ്പോൾ ഞാനല്ല എക്സാം എഴുതുന്നത്, പക്ഷേ ടീം വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുണ്ട്, നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചറുണ്ട്, ക്ലാസ് ടീച്ചറുണ്ട്, ബ്രില്യൻ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അല്ലേ. ഒരു ചട്ടക്കൂടിനുള്ളിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അവരുടെ എല്ലാം കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അവരോട് സഹകരിക്കുക, നമ്മുടെ ക്ലാസ് ടീച്ചർ പറയുന്ന കാര്യം അത് മനസ്സിലാക്കുക, ഇവിടെ നിന്ന് ഓരോ സമയത്തും നൽകുന്ന ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 99% എബോ 98% എബോ തീർച്ചയായിട്ടും കിട്ടുമെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് നന്നായിട്ട് വർക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.